ഹായ്, ഇന്ന് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ബ്രിഞ്ചാൾ ഫ്രൈ തയ്യാറാക്കിയാലോ. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, പ്രത്യേകിച്ച് ബ്രിഞ്ചാൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷാണ്. ചോറിൻ്റെ കൂടെയൊക്കെ നമുക്കിത് സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതിനുവേണ്ടി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം നോക്കാം. ഒരു 4-5 ബ്രിഞ്ചാൾ ഇതുപോലെ കഴുകി വൃത്തിയാക്കി നൈസായി അരിഞ്ഞെടുക്കുക. ഇത് ഞാൻ വളരെ കനം കുറച്ചാണ് അരിഞ്ഞ് വെച്ചേക്കുന്നത്. ഇതുപോലെ അരിഞ്ഞ് ഒരു പാത്രത്തിൽ മാറ്റി വയ്ക്കുക. ഇനി ഇതിലേക്ക് വേണ്ട മിക്സ് ചേർക്കാം. അതിന് വേണ്ടി ഒരു ബൗൾ എടുത്ത് ഒരു 3/4 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർക്കുക. 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി ചേർക്കുക. പിന്നെ വേണ്ടത് പെരിഞ്ജീരകം പൊടിച്ചതാണ്. ഒരു 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർക്കുക. പിന്നെ കുരുമുളക് പൊടി ചേർക്കണം. ക്രഷ്ഡ് കുരുമുളകാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 3/4 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ കുറച്ച് ചിക്കൻ മസാലയുടെ പൊടിയാണ് ചേർത്തേക്കുന്നത്. ചിക്കൻ മസാല ചേർക്കാം, അല്ലെങ്കിൽ മീറ്റ് മസാല ചേർക്കാം. ഇതിന് ഒരു മീറ്റിൻ്റെ ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാല ചേർക്കുന്നത്. ഞാനിവിടെ ഒരു 1/4 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാലയുടെ പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് ചേർക്കുക, ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ ചേർക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ ചേർക്കുന്നത്. ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യുക. പിന്നെ വേണ്ടത് നാരങ്ങ നീരാണ്. ഒരു നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ നീര് കൂടെ ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഇത് അരിഞ്ഞ് വെച്ചേക്കുന്ന ബ്രിഞ്ചാൾ ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. ഒരു അരമണിക്കൂറോളം മാരിനേറ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് മാരിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇതിൽ ഞാൻ ചേർത്തിട്ടില്ല. ചില ദിവസങ്ങളിൽ ഞാൻ ഫ്രൈ ചെയ്യാൻ നേരത്തെ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് മാരിനേറ്റ് ചെയ്യാൻ വെക്കാറുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതുകൂടെ ചേർക്കാവുന്നതാണ്. ഇനി അരമണിക്കൂറായിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന മാരിനേറ്റ് ചെയ്ത് വെച്ച ബ്രിഞ്ചാൾ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 5-10 മിനിറ്റ് കൊണ്ട് ഒരു സൈഡ് ഫ്രൈ ആയി കിട്ടും. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ഒരു സൈഡ് ഫ്രൈ ആയിട്ട് വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അടുത്ത സൈഡും കൂടെ ഫ്രൈ ആക്കി നമുക്ക് നല്ലതായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. കണ്ടോ, ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രിഞ്ചാൾ ഫ്രൈ നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഞാനിത് ഫ്രൈ ചെയ്യാൻ നേരത്ത് എക്സ്ട്രാ വന്നിരുന്ന മസാല മാറ്റിയിട്ടാണ് അതൊന്ന് ഫ്രൈ ചെയ്യാനിട്ടത്. അല്ലെങ്കിൽ അതൊന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എക്സ്ട്രാ ഉള്ള മസാല മാറ്റിയാണ് ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ബ്രിഞ്ചാൾ ഫ്രൈ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. കണ്ടോ, ചില ദിവസങ്ങളിൽ ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ തലേ ദിവസമേ ഇത് ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുകൊണ്ട് രാവിലെ ചോറിൻ്റെ കൂടെ കൊണ്ടുപോകാനായിട്ട് ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാറുണ്ട്. പിള്ളേർക്കും ഇഷ്ടപ്പെടും. എരിവൊന്ന് ബാലൻസ് ചെയ്യുവാണെങ്കിൽ ഇത് ക്രിസ്പി ആയിട്ടുള്ളത് കൊണ്ട് പിള്ളേർക്കും ഇത് ഇഷ്ടമാണ്. നോൺ വെജൊക്കെ ഇല്ലാത്ത ദിവസം അതിനൊരു ഓൾട്ടർനേറ്റീവായിട്ട് യൂസ് ചെയ്യാം.